ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഗൗരിയുടെയും ശങ്കറിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ഗൗരിയുടെ ശങ്കറിൻ്റെ കഥ കുറച്ച് ദിവസമായിട്ട് ഇടുന്നില്ലായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, കുറച്ച് ലാഗാണ്. അതുകൊണ്ട് തന്നെ ആർക്കും വലിയ താല്പര്യമില്ല കാണാനായിട്ട്. മാത്രമല്ല, ഗൗരിക്ക് ഇപ്പോൾ കുറച്ച് സങ്കടങ്ങളും ഒക്കെയാണ്. ഗൗരിയെ കൊല്ലാൻ വരെ ഗൗരിയുടെ വീട്ടുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ വലിയ താല്പര്യമില്ല പലർക്കും കാണാനായിട്ട്. എന്നാലും ചിലരൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് ഗൗരി ശങ്കരത്തിൻ്റെ പ്രമോ ഇടാവോ എന്നൊക്കെ. എന്തായാലും ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള മെസ്സേജുകൾ കണ്ടതുകൊണ്ടാണ്, ചില പ്രേക്ഷകർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിവിടെ പ്രൊഫസറും നന്ദിനിയമ്മയൊക്കെ ഭയങ്കരമായിട്ട് ലാഗടിപ്പിക്കണം. ഒരു ഡയലോഗ് പറയാൻ തന്നെ എത്ര നേരം വേണമെന്നറിയാവോ? ഇപ്പം നിങ്ങൾ പറയും ശരി ചേച്ചി ഒത്തിരി ലാഗടിപ്പിക്കുന്നു, ഇങ്ങനെ ഇത്ര നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, കഥ കേട്ടാൽ മതി ഞങ്ങൾക്ക് എന്നല്ലേ. എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം. അങ്ങനെ പ്രൊഫസർ വീട്ടിലെത്തിയപ്പോഴേക്കും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മേത്ത് പറ്റിയിരിക്കുന്ന കരിയെക്കുറിച്ചൊക്കെ ചോദിച്ചത് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ വണ്ടി എന്നെങ്ങാണ്ട് പറ്റിയതാണ് എന്നിങ്ങനെ ചോദിക്കുക. എന്താ അവിടെ എല്ലാവർക്കും നമ്മുടെ ഗൗരിയുടെ സ്നേഹം തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഒന്നും മനോഭാവത്തിലൊന്നും ഒരു മാറ്റം വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഗൗരിയോട് ക്ഷമിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. അവരാരും ചാരങ്ങാട്ടുകാരും പക്ഷേ ശങ്കർ ഗൗരിയോടൊപ്പം ഉണ്ടായിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഈ പ്രൊഫസർ അങ്ങോട്ട് കയറി പോവുകയാണ്. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ചാരങ്ങാട്ട പെണ്ണായ നമ്മുടെ വേണിക്ക് കാര്യം മനസ്സിലായി. ഇതേ സമയം ചാരങ്ങാട്ട് വീട്ടിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ശങ്കറിനോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വീണ്ടും ശങ്കറിൻ്റെ അരികിലേക്ക് വരികയാണ്. അപ്പോഴേക്കും ശങ്കറിനെ എക്കിളെടുക്കാൻ തുടങ്ങിയായിരുന്നു. നമ്മുടെ ഗൗരി എക്കിളെടുക്കുന്ന ശങ്കറിന് കുറച്ച് വെള്ളമൊക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആ വെള്ളം ഒരൊറ്റ ശങ്കർ. എന്താല്ലേ ഗൗരിയുടെ അവസ്ഥ? താൻ പരിശുദ്ധിയാണ് എന്ന് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഗൗരിയുടെ അവസ്ഥ എന്താണല്ലേ? എന്തായാലും തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ധ്രുവൻ ഇങ്ങനെ കൊണ്ടുപോയി ഒരു റൂമിൽ പൂട്ടിയിട്ടു. ഇടയ്ക്ക് ജെല്ലിൽ കൂടി ആഹാരം തന്നു. ആഹാരം തന്ന സമയത്തും ശങ്കറിൻ്റെ കയ്യിൽ പതിപ്പിച്ച പോലെ ഒരു ടാറ്റു അയാളുടെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ശങ്കറാണെന്നാണ് കരുതിയത്. പിറ്റേ ദിവസം തുറന്നു വിടുകയാണ് ചെയ്തത്. എല്ലാം അയാൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ നമ്മുടെ ഈ ഗൗരി എന്നിട്ട് കരഞ്ഞ് കാല് പിടിച്ച് പറയുന്ന പോലെ പറയുന്നുണ്ട്. പക്ഷേ അവൻ അംഗീകരിക്കുന്നില്ല കേട്ടോ. അവൻ്റെ ആ ഒരു സംസാരത്തിന് അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ഇടപെടൽ കാണുമ്പോൾ തന്നെ ശരിക്കും ഗൗരി ചുട്ടുപൊള്ളുന്നൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വേറെ ആരെങ്കിലും ആണെങ്കിൽ എപ്പോഴേ ഇട്ടിട്ട് പോയേനെ. ശങ്കറിൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്തിട്ടാണ് അവൾ ഈ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഇങ്ങനെയൊരു സംഭവം നടന്നത് കൊണ്ടൊക്കെ മാത്രമാണ് ശങ്കറിൻ്റെ കല്യാണം കഴിക്കാനായിട്ട് എൻ്റെ വീട്ടുകാർ സമ്മതിച്ചതുപോലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായതുകൊണ്ടാണ്. അല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ശങ്കറായിരിക്കും അതൊക്കെ ചെയ്തതെന്ന്. എന്നോടൊക്കെ ഇതൊക്കെ ചെയ്തത് ശങ്കറാണെന്ന് ഞാനും തെറ്റിദ്ധരിച്ചിരുന്നു. അതായിരുന്നു ശങ്കറിനോട് എനിക്ക് ദേഷ്യം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കഴിഞ്ഞ ദിവസമാണ് ഞാൻ മനസ്സിലാക്കിയത്. ധ്രുവൻ അച്ഛനെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ട സമയത്താണ് ഞാൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയത്. ഞാൻ ശങ്കറിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടില്ല ശങ്കർ എന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. അവിടെ ശങ്കർ ഒന്ന് ആലോചിച്ച് നോക്ക് ശങ്കർ, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നോ? ഞാൻ എല്ലാവരുടെയും മുന്നിൽ ഇതൊക്കെ സത്യങ്ങൾ വിളിച്ച് പറയുമായിരുന്നോ ശങ്കർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊന്നും കേൾക്കണ്ട, വിടന്നെ എന്നും പറഞ്ഞിട്ട് കൈ തട്ടി മാറ്റി കളയാണ് നമ്മുടെ ശങ്കർ. എനിക്ക് എന്തുട്ടാ പറയേണ്ടതെന്നറിയില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ശങ്കറിൻ്റെ മനസ്സിലുള്ളത് എന്താണേലും പറഞ്ഞോളൂ. അത് മനസ്സിൽ തന്നെ കിടന്നില്ലെങ്കിൽ ശങ്കറിനെ വീണ്ടും വേദനിപ്പിക്കും. ശങ്കർ പറ. എന്തായാലും അവളുടെ കൈ അവനങ്ങളുടെ അടുത്ത് മാറ്റിയിട്ടോ. നീ പറയുന്ന ഒന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ധ്രുവനെ പോലെ ഒരുത്തൻ, വെറും ഫ്രോഡായ ഒരുത്തൻ നിന്നെ ഉപദ്രവിക്കാതെ വെറുതെ വിട്ടുവെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ്? പറ. പറ്റില്ല, എനിക്ക് പറ്റില്ല ഗൗരി അത് വിശ്വസിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശങ്കർ വീണ്ടും നീ എന്നോട് കളവ് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ശങ്കർ പറഞ്ഞപ്പോൾ ഗൗരിക്ക് അറിയത്തില്ല ഇനി എന്ത് പറഞ്ഞ് ഇവനെ വിശ്വസിപ്പിക്കണമെന്ന്. എന്തായാലും നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവന റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. നമ്മുടെ ശങ്കറിന് എന്താ പറ്റിയത്? എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇവനെല്ലാം കേട്ടതല്ലേ, പിന്നെ എന്തിനാ അവളെ വീണ്ടും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് രാധാമണി. അപ്പം ചാരങ്ങാട്ട് മഹാദേവൻ ഒന്നും പറയുന്നില്ല. നമ്മുടെ മകൻ അവളുടെ വല വീണ് പോയിട്ടാണ് അവനൊന്നും അനുസരിക്കാതിരിക്കുന്നത്. അവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. എനിക്ക് എൻ്റെ പഴയ ശങ്കറിനെ തിരിച്ചു വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നിൻ്റെ പഴയ ശങ്കറിനെ പോക്കറ്റിനകത്തിട്ട് അടക്കമാണോ? നിനക്ക് എന്നെ അറിയാമല്ലോ. ഞാൻ എന്തെങ്കിലും മുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മുൻകൂട്ടി പലതും കണ്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനി അത് തന്നെയാണ് അവൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഗൗരിയുടെ ഓർമ്മ പോലും ശങ്കറിൽ ഇല്ലാത്ത വിധം ഞാൻ അവളെ വെട്ടിമാറ്റും. ഞാൻ അവളെ പറിച്ച് കളയും. ഗൗരി ചാരങ്ങാട്ട് വീട്ടിൽ ഇതാദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. ഗൗരിയേക്കാളും മുന്നേ ഗൗരിയെപ്പോലൊരു പെണ്ണ് ഈ വീട്ടിലുണ്ടായിരുന്നു. വലിയ ഡയലോഗും ആദർശവും വലിയ ന്യായം പറച്ചിലും ഓർക്കുന്നുണ്ടോ? എന്തൊട്ടൊക്കെ ആയിരുന്നു. അതേതാ പെണ്ണ്?
ശേഖരൻ്റെ ആദ്യത്തെ ഭാര്യയാണോ? ആ, നമുക്കറിയാൻ പാടില്ല. എന്തായാലും ഇയാൾ പറയുന്നുണ്ട് ഇന്ന് ഈ ഗൗരിക്കുള്ള എല്ലാ കുഴപ്പങ്ങളും അയാൾക്കുണ്ടായിരുന്നെന്ന്. അവൾക്കുണ്ടായിരുന്നത് ഇവളെപ്പോലെ തന്നെ ഒരു തലവേദന കേസായിരുന്നു. എന്നിട്ട് ഒടുക്കം എന്തിട്ടുണ്ടായേ ചെവി അറിയാതെ അവളെ ചുട്ട് ചാമ്പലാക്കിയില്ലേ നമ്മള്. ഈ ചാരങ്കാട്ട് മഹാദേവൻ അത്ര ദുഷ്ടനായിരുന്നോ? അവളുടെ വീട്ടുകാർക്ക് ചാരം പോലും കിട്ടിയില്ല, ചാരം പോലും. അതെ, ആ പെണ്ണിൻ്റെ ഗതി തന്നെയാണ് ഈ ഗൗരിക്ക് ഉണ്ടാകാൻ പോകുന്നത്. നോക്കിക്കോ രാധാമണി നീയ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രാധാമണിക്ക് ഭയങ്കര സന്തോഷം. ഈ ചരിത്രം എന്ന് പറയുന്നത് ആവർത്തിക്കാൻ. എന്തായാലും രാത്രിയിൽ നമ്മുടെ പ്രൊഫസർ കിടന്നുറങ്ങുമായിരുന്നു. ആ സമയത്ത് എന്തോ ദുസ്വപ്നം കണ്ടിട്ടോ അല്ലെങ്കിൽ ഇന്ന് നടന്ന സംഭവം വെച്ചിട്ടോ എന്തൊക്കെയോ ഇങ്ങനെ പറയാണ്, പിച്ചും മെയ്യും പറയാണ്. നമ്മുടെ നന്ദിനി വിളിച്ചുണർത്തി കഴിഞ്ഞിട്ട് എന്തൊക്കെ ഈ പറയുന്നത്, ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തിട്ടാണോ, എന്താ അവിടെ ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ശങ്കർ അവളോടൊപ്പം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ചാരങ്ങാട്ടുകാരെ നമ്മുടെ മകളെ ഒരിക്കലും ഇനി അംഗീകരിക്കുന്ന തോന്നണില്ല. എന്തായാലും അതൊക്കെ ഓർത്ത് കിടന്നിട്ടായിരിക്കും ഈ പിച്ചുമ്പേയും പറഞ്ഞതൊക്കെ. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു, ശ്യാമേട്ട ഗൗരിയുടെ കാര്യം ഓർത്ത് ശ്യാമേട്ട എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ചാരങ്കാട്ടുകാരുടെ സ്വഭാവം നമുക്കറിയാം, പക്ഷേ ശങ്കറിനെയും നമുക്കറിയാം. ശങ്കർ ഒരിക്കലും ഗൗരിയെ കൈവിടില്ല. ശങ്കർ നമ്മുടെ മോളെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇതേസമയം ശങ്കറിനെ ഇങ്ങനെ കാണിക്കുക. ശങ്കർ ഇന്ന് കരച്ചിലാണ് കേട്ടോ. ശങ്കർ ഇന്ന് പൊട്ടിക്കരയുന്ന പോലെയാണ്. അപ്പോഴേക്കും ഗൗരി പറഞ്ഞു, ശങ്കർ എഴുന്നേക്ക്, ഇവിടെ ഇങ്ങനെ ഈ തറയിൽ ഇരിക്കണ്ട, ശങ്കർ എഴുന്നേക്ക്, ബാ. അങ്ങനെ ശങ്കറിനെ ഗൗരി പതുക്കെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കട്ടിലേക്ക് കിടത്തുകയാണ്. ഗൗരി അവനെ കിടത്തിയതിന് ശേഷം പുതപ്പിച്ചിട്ട് അവളുടെ അവൻ്റെ തലയിൽ ഇങ്ങനെ തഴുകിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ശങ്കർ ചോദിച്ചു, നീ എനിക്കൊരു സഹായം ചെയ്യുമെന്ന് ചോദിച്ചു. ശങ്കർ പറഞ്ഞു, ഞാൻ എന്ത് വേണേലും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടാവോ? നീ ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് ഏതാണ്ട് പോലെയാണ്. ഇതിൽ പരം മറ്റെന്തെങ്കിലും വേണോ ഗൗരിക്ക്? ഇതിൽ പരം മറ്റൊന്നും വേണ്ട. എന്തായാലും ഗൗരി അന്നേരം ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഗൗരി അവിടുന്ന് പെട്ടെന്ന് എഴുന്നേറ്റു കേട്ടോ. എന്തോ പുഴുവരിക്കുന്ന പോലെയൊക്കെ തോന്നി ഗൗരിയുടെ ആ ഒരു മേത്തോടെ. ഗൗരി ചാടി എഴുന്നേറ്റിട്ട് ഓർക്കാണ് ശങ്കർ പലപ്പോഴും തന്നെ അടുത്ത് ചേർത്ത് പിടിച്ചിരുത്തിയതും താൻ അകലാൻ ശ്രമിച്ചതും ഒക്കെ. ഇപ്പോൾ ആ ശങ്കറാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഓർത്തിട്ടായിരിക്കും ഗൗരി ആകെ സങ്കടപ്പെട്ട് കണ്ണടച്ച് ചാരി നിന്നിങ്ങനെ കരയുക. എന്തായാലും പിറ്റേ ദിവസം നമ്മുടെ ഗൗരി അടുക്കളയിലേക്ക് ചെന്നു കേട്ടോ. അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കമലയുണ്ട്, മുത്തശ്ശിയുണ്ട്, വേലക്കാരിയുണ്ട്. അപ്പോൾ ഇവളെ അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ രാധാമണി ചോദിച്ചു, നീ എന്താ ഇവിടെ? ഞാൻ ആഹാരം എന്തെങ്കിലും ഉണ്ടാക്കാൻ? നിൻ്റെ കൈ കൊണ്ട് ആഹാരം ഉണ്ടാക്കിയത് ഞങ്ങൾ കഴിക്കാനോ? ഞങ്ങൾ അത്ര നാണക്കെട്ടവരാണോ എന്നൊക്കെ ചോദിച്ചു. അമ്മ എന്തൊക്കെയാണ് പറയണത് എന്ന് വിളി ചോദിച്ചു. അമ്മ ഈ കാര്യത്തിൽ ഇടപെടണ്ട. അതായത് അമ്മ മണി അടിച്ചു കേട്ടോ. മണി അടിച്ചപ്പോൾ പറയാണ്, മുത്തശ്ശിയോട് പറയാണ്, അമ്മ ഈ കാര്യത്തിൽ ഇടപെടരുത്. ഇതിനകത്ത് കയറി എൻ്റെ ഭർത്താവ്, അതായത് ചാരങ്ങാട്ട് മഹാദേവൻ പച്ചവെള്ളം പോലും കുടിക്കില്ലാന്ന്. അപ്പോൾ അമ്മ, ഞാൻ നമ്മുടെ വീടിൻ്റെ മോശം വരുന്നൊരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. അമ്മ എന്നെ ഒന്ന് വിശ്വസിക്കുക. അത് ശരി, ഈ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഒന്നും നീ ചെയ്തിട്ടില്ല അല്ലേ? ഒന്നും ചെയ്തിട്ടില്ല. നീ പൊട്ടത്തരയൊക്കെ നീ എൻ്റെ മോനോട് ചെന്നിട്ട് പറ, അവൻ വിശ്വസിക്കുമായിരിക്കും. അവൻ വെറും മണ്ടനായോണ്ട്. ആ കളിയൊന്നും എന്നോട് വേണ്ട. അവൻ്റെ മുറിയിൽ നിനക്കൊരു സ്ഥാനം തന്നിട്ടുണ്ടാകും. പക്ഷേ എന്ന് കരുതിയിട്ട് നിനക്ക് ഈ വീട്ടിലോ അടുക്കളയിലോ ഒരു ഇടം കിട്ടില്ല. അത് നീ ഓർത്തേക്കരുത്. നിനക്ക് അങ്ങനെ ഒരു ഇടം മാത്രം കിട്ടത്തില്ല. ഞാനിപ്പോൾ പറയാണ്, മേലിൽ ഈ അടുക്കളയിലേക്ക് വന്നു പോകരുത്. ഈ അടുക്കളയെ കാല് കുത്തി പോകരുത്. ഒരു വീടിൻ്റെ ഐശ്വര്യം ആ വീടിൻ്റെ അടുക്കളയാണ്. ഐശ്വര്യക്കേടൊന്നും ഇങ്ങോട്ടേക്ക് വരണ്ട. നിന്നെ പോലെ നാണവും മാനവും ഇല്ലാത്തവർക്ക് അവിടെ സ്ഥാനമില്ല എന്നൊക്കെ രാധാമണി പറയുക. കമലയൊക്കെ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഗൗരി ആകെ സങ്കടപ്പെട്ട് തിരിച്ച് മുറിയിലേക്ക് പോവാണ്. മേലെ അടുക്കളയിൽ കയറി പോവരുത്, മനസ്സിലായോടി എന്ന് ചോദിച്ചപ്പോഴേക്കും അവിടെ തല കുലുക്കുകയാണ്. ഗൗരി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും കമല പറഞ്ഞു, കമലെ, ഗൗരി ഈ വീടിൻ്റെ അടുക്കളയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ശിക്ഷ കിട്ടുന്നത് അവൾക്കായിരിക്കില്ല, നിനക്കായിരിക്കും. ചാരങ്ങാട്ടുകാർക്ക് ഗൗരി ഇപ്പോൾ പുകഞ്ഞ കൊള്ളി മാത്രമാണ്. ചാരങ്ങാട്ട് കുടുംബത്തിലെ എല്ലാവർക്കും അതങ്ങനെ തന്നെ ആയിരിക്കണം, കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കമലയെ ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങോട്ട് പോവുക. അങ്ങനെ ഗൗരി മുറിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ശങ്കർ ഉണർന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്നേ. ശങ്കരനെ ചെന്ന് തൊട്ടിട്ട് അവനോട് ചോദിച്ചു, എന്താ എങ്ങനെ ഇരിക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ? എഴുന്നേറ്റ് പോയി ഫ്രഷ് ആകുക. എന്നോട് ഉള്ള ദേഷ്യം എന്തിനാ ആഹാരത്തോട് കാണിക്കുന്നത്? എനിക്കറിയാം എന്നോട് ദേഷ്യമുണ്ട്. എന്നെ ഓർത്ത് ശങ്കർ ഒരുപാട് വേദനിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. ശങ്കറിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരിയും ഞാൻ തന്നെയാണ്. എന്നെക്കുറിച്ച് കേൾക്കാൻ പാടില്ലാത്തത് കേട്ടപ്പോൾ ശങ്കറിന് സഹിക്കാൻ പറ്റിയില്ല. അതെനിക്ക് മനസ്സിലാവും ശങ്കർ. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ഞാൻ വീണ്ടും ആണയിട്ട് പറയാണ്. ശങ്കറിനെ വിശ്വസിപ്പിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്?
ഞാൻ എങ്ങനെയാണ് ശങ്കറിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? എനിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, അതൊന്നും മനസ്സിലാക്കുക. മനഃപൂർവ്വം ഞാൻ ശങ്കറിൽ നിന്നൊന്നും മറച്ചു വെച്ചതല്ല. ശങ്കറിൻ്റെ വടക്കുനാഥ് നൽകിയ ഗിഫ്റ്റാണ് ഞാനെന്ന് ശങ്കർ പലപ്പോഴും പറയാറില്ലേ? ആ വടക്കുനാഥിന് ശങ്കറിന് വിശ്വാസമില്ലേ? ആ വടക്കുനാഥിന് തൊട്ട് സത്യം ചെയ്ത് ഞാൻ പറയുകയാണ്, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ശങ്കർ. എന്നെ ഒന്ന് വിശ്വസിക്കുക ശങ്കർ, ഒരു തവണയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക. ഞാൻ കാലി പിടിച്ച് കെഞ്ചി പറയാം. അപ്പോൾ അവളുടെ കൈ വീണ്ടും അവനങ്ങ് തട്ടി മാറ്റി കേട്ടോ. ഒരിക്കലും അവളെ വിശ്വസിക്കില്ല. ഇങ്ങനെയുള്ളിടത്ത് എന്ത് ചെയ്യണമെന്നറിയാവോ? ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ, അത് മേടിച്ചവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊടുത്തിട്ട് ഒറ്റ പോക്ക് വേണം. പിന്നെ പുറകെ വന്നാലും മൈൻഡ് ചെയ്യാൻ നിൽക്കില്ല. ഇത്രേ ഉള്ളൂ. ശങ്കർ എത്ര സങ്കടമാണ് പറഞ്ഞാൽ മനസ്സിലാവാത്തൊന്നും അല്ലല്ലോ. അല്ലേ പിന്നെ ആ ധ്രുവൻ്റെ കൂട്ടുകാരെ രണ്ടുപേരെയും പിടിച്ച് പൊക്കി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ശങ്കർ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്താണ് സംഭവിച്ചതെന്ന്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സിയോക്കി, താങ്ക് യു.